ഇന്ന് നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് സെഷനും അതോടൊപ്പം തന്നെ മെസ്സേജും ഒക്കെ കേൾക്കുവാൻ തക്കോണം ഇടയായാലോ. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ദിവസങ്ങളിലേക്ക് ഇന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ദൈവമക്കളോടൊന്നും മിച്ച് ഉള്ള ഈ വർഷത്തെ ഈ കൂട്ടായ്മ എനിക്കും ഓരോരുത്തർക്കും വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ കുട്ടി സഹോദരന്മാർ ചിലപ്പം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മള് കൂട്ടായ്മ ആചരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തുടക്കത്തിന്റെ പോയിന്റും ഇപ്പോഴത്തെ പോയിന്റും നോക്കി കഴിയുമ്പോഴത്തേക്ക് വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ടെസ്റ്റിമണി പറയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയൊരു ഭാഗം സാധാരണ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആ ഒരു ഭാഗത്തിലേക്ക് പോകാൻ തക്കണം ആഗ്രഹിക്കുന്നു. അതായത് ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ ഒരു ഭാഗം ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, ഈ ഇതിനെ ജസ്റ്റ് ഒരു പേര് ഇടുക, വാക്കിംഗ് വിത്ത് ജീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ കൂടെ നടക്കപ്പെടേണ്ട അനുഭവമാണല്ലോ ഡിസിഷൻ. തീർച്ചയായിട്ടും ഒരാളുടെ കൂടെ നടക്കുകയാണെങ്കിൽ അതിനകത്ത് ആ അനുഭവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ള വസ്തു ഒരിടത്തുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാരണം ദൈവം കാലഘട്ടങ്ങളും സമയമൊക്കെ ദൈവത്തിന്റെ അത് ടൈം ഇങ്ങനെ കാലഘട്ടവും സമയവും ഇങ്ങനെ ദൈവത്തിന്റെ പക്കല. അപ്പൊ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മുടെ കർത്താവുമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കുറെ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കൂട്ടായ്മയിൽ കൂടി ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് എൻകറേജ് ചെയ്യുന്നത് ഓരോരുത്തരും കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ. ആ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് കൂട്ടായ്മയിൽ അവര് ആ എക്സ്പീരിയൻസ് ചെയ്ത ഭാഗം കൂട്ടായ്മയിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം. നമുക്ക് വേണമെങ്കിൽ ദൈവവചനത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ഒരു ഫെലോഷിപ്പിന്റെ ഒരു പാറ്റേൺ, ദീർഘസമയം പിതാവിനോട് കൂടെ രാത്രി കാലങ്ങളിൽ മലയിലൊക്കെ പോയി പിതാവുമായിട്ട് ഫെലോഷിപ്പ് പുത്രൻ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ വേറൊരു ഭാഗം ദൈവവചനം കാണിക്കുന്നത് 2 ലെവൽ ഫെലോഷിപ്പ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും. ഒരു ഫെലോഷിപ്പിൽ കാണിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധം, നിന്റെ എല്ലാ കൽപ്പനകളെയും ചുരുക്കി നീട്ട് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ ഒരു ഭാഗം കാണിച്ചത് നിന്നെ പോലെ തന്നെ അയൽക്കാരനെ. അപ്പൊ മനുഷ്യരോടും ദൈവത്തോടുള്ള ബന്ധത്തെ വേദപുസ്തകം ഊന്നൽ കൊടുക്കുന്നു. ഒന്ന് ദൈവത്തോടുള്ള ഫെലോഷിപ്പ്, വേറൊന്ന് മനുഷ്യരോടുള്ള ഫെലോഷിപ്പ്. മനുഷ്യരോടുള്ള ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ മേൽ കിടക്കുന്ന ദൗത്യമാണ് അൺറീച്ച്ഡ് ആയിരിക്കുന്ന, സുവിശേഷം കൊണ്ട് അൺറീച്ച് ആകാത്തവരെ അവരെ ഈ കൂട്ടായ്മയിലേക്ക് വരുത്തുക, അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നിരപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ദൗത്യം. അതോടൊപ്പം തന്നെ വേറൊരു ദൗത്യമാണ് വിശുദ്ധന്മാരോടുള്ള നമ്മുടെ ബന്ധം. ഇവിടെ നമ്മൾ കർത്താവിനോട് എക്സ്പീരിയൻസ് ചെയ്ത് കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണപ്പെടുവാണെങ്കിൽ കർത്താവ് പൊതുസമൂഹത്തോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് നമുക്ക് കാണപ്പെടുന്നത് കർത്താവ് തനിച്ചിരിക്കുമ്പോൾ ഇന്നർ സർക്കിളുണ്ട്, ശിഷ്യന്മാരോട് ചെന്നിട്ട് അവരോട് ഫെലോഷിപ്പിക്കും. ദൈവരാജ്യങ്ങളുടെ മർമ്മങ്ങൾ തുറക്കാൻ തുടങ്ങും. എങ്കിൽ നിങ്ങൾ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ഓരോ ദിവസത്തെ ലൈഫിൽ നിങ്ങൾ കർത്താവുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കോണം നിങ്ങളെ എൻകറേജ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ അത് പറയാതിരിക്കുക, അത് തക്ക സമയത്ത് അത് സുവിശേഷം നമ്മുടെ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി നിൽക്കപ്പെടേണ്ട ഒരു ദൈവസഭ. സ്പിരിച്വൽ വെപ്പൺസിൽ, ആത്മീയ ആയുധവർഗത്തിലുള്ള അത് പലപ്പോഴും ഇന്ന് സഭകളിൽ മേൽ വ്യക്തി ജീവിതങ്ങളിൽ ഇല്ലാതിരിക്കുന്ന അനുഭവം പലപ്പോഴും പലയിടത്തുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് ഫെലോഷിപ്പ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കൂട്ടായ്മയിലും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതത്തിലേക്ക് ചെയ്യാൻ. ഇവിടെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ ഇതൊരു ഭാഗമാണ്. ഇതിനെക്കുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള വിളിയുണ്ട്. ഇതിനെ ഒരു മുഖാന്തരമായിട്ട് എടുക്കുക, ഇതിനെ ഒരു ഒരു ആ എക്സ്പീരിയൻസ് ഇതിനെ
നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മളെ ദൈവം പിന്നെ മറ്റു ഭാഗത്തോട്ടൊക്കെ നിയോഗിക്കുമ്പോൾ ഇത് നിങ്ങൾ വളർന്നു വരുവാൻ തക്കോണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൃപകളെ ജ്വലിപ്പിക്കുവാൻ തക്കോണം, അത് തെളിയപ്പെടുവാൻ തക്കോണം നിങ്ങൾ ഇത് ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ ഈ ഭാഗങ്ങളിൽ കൂടി നിങ്ങൾ ഉത്സാഹിതരാകുക. നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. ഞങ്ങൾ ആരും, അല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മ വന്നിരിക്കുന്ന ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ പാപ ശരീരത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കുള്ള ദൈവകൃപയെ നമ്മൾ പെർഫെക്ഷനിലേക്കാണ് നമ്മൾ ഉന്നം വെക്കുന്നത്. വിശ്വാസത്തിൽ കൂടി ദൈവകൃപയിൽ കൂടി നമ്മൾ ഉന്നം വെക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കുള്ള ദൈവകൃപയെ തീർച്ചയായിട്ടും ആ ആ ഒരു ഭാഗത്തിൽ ചിലപ്പം വിചാരിക്കും, എനിക്ക് പറയാനൊന്നും അറിയത്തില്ലയോ. ദൈവം നമ്മുടെ മാനുഷികമായ കഴിവിനെ അല്ല നോക്കുന്നത്. നമ്മൾ അവൈലബിൾ ആയ ഒരു വെസലാക്കി കൊടുക്കുകയാണെങ്കിൽ, കർത്താവ് പറയുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോടുള്ള ഫെലോഷിപ്പും ഡിവോഷനും ഒക്കെ നമ്മളെ വളർത്തും. കൂട്ടായ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ വളർത്തും. എന്നാല് ഇപ്പം ചില ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്താണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിലപ്പോൾ ചിലരെ നിങ്ങള് ചില പിന്നെ പ്രത്യേക പ്രശ്നങ്ങളുടെ ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ ആ സമയത്തെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ സമയത്ത് പറവാനുള്ള പരിശുദ്ധാത്മ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കഴിവിൽ അല്ല ദൈവം നമ്മളെ മാനുഷ്യമായ കഴിവിലല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആക്കി നിർത്തുവാണെങ്കിൽ ദൈവം നിങ്ങളുടെ നാവിനെ ഉപയോഗിക്കുവാൻ തക്കോണം ഇടയാകും. നമ്മുടെ വെസൽസിനെ ദൈവത്തിന് കൊടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കോണം ഇടയും. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നമ്മുടെ ഡിസിഷൻ കർത്ത കർത്താവുമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ പിന്നെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു കർത്താവിൽ ആശ്രയിക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും നമ്മുടെ ചിന്തകളെയൊക്കെ എങ്ങനെങ്കിലും പിന്നെ ഒഴുക്കിവിടാം. എന്നാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ടത് ഹല്ലേലൂയ ഉയരത്തിലുള്ള കർത്താവ് ചിന്തിക്കാൻ പറഞ്ഞു. ഉയരത്തിലുള്ള കർത്താവിന്റെ ജീവിതത്തിന്മേൽ ഞാൻ ഇങ്ങനെ ചില സമയം ഞാൻ ദിവസേന രാവിലെ ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വാചനം ഇങ്ങനെ മനസ്സിൽ അയവിറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും എടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിലപ്പം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില ഭാഗത്തുങ്ങൾ അതിന്റെ പെട്ടെന്ന് ദൈവം അതിന്റെ ഭാഗത്ത് നമ്മൾ ആ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തരുന്ന വചനത്തെ നമ്മൾ അതിന് ആവശ്യബോധത്തോടെ ദൈവസന്നിധി നുറുക്കത്തോടെ ചെയ്യപ്പെടുകയാണെങ്കിൽ ദൈവം അതിനെപ്പറ്റി തുറന്നു തരും. പക്ഷെ എങ്ങനെയാ തുറക്കുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ കർത്താവിന്റെ പുറകെ ചെയ്താൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യും. അത് തീർച്ചയായിട്ടും കർത്താവ് പറയും, എന്റെ മുഖം ഏറ്റെടുത്തിട്ട് എന്നോട് പഠിപ്പീൻ. പഠിക്കാൻ പറ്റും. കർത്താവിന്റെ പുറകെ നടന്നാൽ ഒരു ദിവസം യോശുവയും കാലേബിനും അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, രാപ്പകൽ അത് ധ്യാനമാക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴോ പിന്നെ എങ്കിൽ നമ്മൾ ആ ഇടത്തോട്ടോ വലത്തോട്ടോ അല്ല തിരിയേണ്ടത്. ലോകത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. നമുക്ക് ഒരു വചനത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. വചനത്തിൽ കൂടെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് തുറന്നിരിക്കുന്ന ഒരു പാതയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വചനം എന്റെ കാലിന് ദീപമാ, എന്റെ പാതയ്ക്ക് പ്രകാശമാ. ഹല്ലേലൂയ സ്തോത്രം. ലോകം തരുന്ന ഐഡിയോളജി വെച്ച് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നിങ്ങൾ ഇനിയും തുടർന്നുള്ള നാളുകളിന്മേലും ഈ ഒരു ഭാഗത്തിന്മേൽ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ് അല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്നൊരു ഭാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ കർത്തവ്യമായിട്ടുള്ള ലൈഫിൽ മേൽ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ അത് ചിലപ്പോൾ നോട്ട്ബുക്ക് എഴുതി വെക്കേണ്ടി വരും. ആദ്യം ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പക്ഷെ അത് വിലപ്പെട്ട നിധികളാണ്. അപ്പം ദൈവം നിങ്ങളോട് സംസാരിച്ചത് വളരെ വാല്യുബിൾ ആണ്. അതിനു വേണ്ടിയിട്ട് ആ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമ്പാക്ട് ചെയ്യും. നമ്മൾ പലപ്പോഴും ദൈവം ഇടപെട്ട ഭാഗങ്ങളായി ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ ചിലരോട് സംസാരിക്കാൻ തൊക്കണം ദൈവം അത് പ്രയോഗിക്കാൻ ഇടയാവും. അപ്പം എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത്. കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കപ്പെട്ട ഹൃദയത്തിന്മേൽ ദൈവത്തിന്റെ വചനങ്ങൾ അധമമായത് ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിക്കത്തക്കോണം രാജാവിന് വേണ്ടി രാജാതി രാജാവായ ക്രിസ്തു യേശുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുവാൻ തക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക. ആകയാൽ ഇപ്പോൾ പേരാരുടെയും പറയുന്നില്ല. ദൈവം ഈ ദിവസങ്ങളിൽ ഒരു 5 to 7 മിനിറ്റ്സ് വെച്ച് ഒരു അല്പം കുറെ നേരം നിങ്ങൾക്ക് ദൈവ കർത്താവുമായിട്ട് ഈ ദിവസങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തായിരിക്കാം. ചിലപ്പം നിങ്ങൾക്ക് പിന്നെ പിന്നെ കൃത്യമായിട്ട് ഒരു പ്രസംഗം പോലൊന്നും പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു വാക്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ വരിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള നിയോഗമായിരിക്കാം. അത് ഓരോരുത്തർക്ക് ദൈവം കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും ഹല്ലേലൂയ ഓരോരുത്തരെയും
ദൈവം നിങ്ങൾക്ക് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ചെയ്യേണ്ട. നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നത്? അത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്പമേ ഉള്ളത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അഞ്ചപ്പമാകട്ടെ, അത് 2 മീനാകട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ ചെയ്തു കഴിഞ്ഞാൽ ജനത്തിന് കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം ചൊല്ലി കൊടുത്തപ്പോഴത്തേക്ക് അത് ഓരോരുത്തർക്കും പോഷണമായി തീർന്നു. അല്ലെങ്കിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വായുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അതിനുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ മേൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഫെലോഷിപ്പിൽ കൂടി ഒരു ദൈവ മക്കളുടെ ഒരു കൃപയുടെ എക്സ്ചേഞ്ച് ഫെലോഷിപ്പിൽ നടക്കപ്പെടുന്നു. മറ്റുള്ളതിനൊക്കെ ഇപ്പൊ ഇതിനകത്ത് ഒരു പക്ക പ്രൊഫഷണൽ ലോകപരമായിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ട് എല്ലാ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുക, അതല്ല ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും ക്രിസ്തുവിൽ വളർന്നു വരണം. ഓരോരുത്തരും കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോരുത്തരുള്ള ദൈവ കൃപയെ എക്സസൈസ് ചെയ്യണം. അങ്ങനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൽ കൂടി ദൈവവചനത്തിൽ കാണപ്പെടുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൃപയെ ചെയ്യുവാൻ തക്കോണം അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് സമയം വേർതിരിക്കുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് ആ ഒരു റേഞ്ചിൽ വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും കുറച്ച് നേരം വരെ ഒരു ഏകദേശം ഒരു കുറെ നേരം അതിനുവേണ്ടി മാറ്റി വെക്കുകയാണ്. ഈ കൂട്ടായ്മയിലുള്ള ഓരോരുത്തർക്കും ഓരോരുത്തർക്കും തന്നെ ആ ഒരു ഇപ്പം സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് ദൈവം എന്തോ ഉള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ വിനിയോഗിക്കുവാൻ തക്കോണം ഇടയാക്കട്ടെ. ഓക്കെ, അതിനുവേണ്ടി സമയം വെറുതെ. മ്യൂട്ടാ. സൗണ്ട് സൗണ്ട് ഇച്ചിരി